മാധ്യമങ്ങൾ, ജുഡീഷ്യറി എന്നിവയിൽ വിശ്വാസം നഷ്ടപ്പെട്ടുവെന്ന് നടൻ പ്രകാശ് രാജ്. രാജ്യത്ത് ചോദ്യങ്ങൾ ഉയരാത്ത കാലമായി മാറിയെന്നും പ്രകാശ് രാജ് പറഞ്ഞു. തൃശൂരിൽ കേരള സാഹിത്യ അക്കാദമി സംഘടിപ്പിക്കുന്ന സാർവദേശീയ സാഹിത്യോത്സവത്തിന്റെ ആർട്ട് ആൻഡ് ഡെമോക്രസി എന്ന വിഷയത്തിൽ സംസാരിക്കുകയായിരുന്നു പ്രകാശ് രാജ്. ബി.ജെ.പിയുടെയും കേന്ദ്ര സർക്കാരിന്റെയും ആശയങ്ങളെയും നിലപാടുകളെയും തുറന്നെതിർക്കുകയായിരുന്നു ചർച്ചയിൽ പ്രകാശ് രാജ്. വിശ്വാസങ്ങളുടെ മറപിടിച്ച് രാജ്യത്ത് ഫാസിസം നടപ്പാക്കുകയാണെന്ന് അദ്ദേഹം വിമർശിച്ചു. കലയ്ക്ക് മാത്രമേ ജനാധിപത്യം തിരികെ കൊണ്ടുവരുവാൻ സജീവമായി ഇടപെടാൻ കഴിയൂ എന്നും പ്രകാശ് രാജ് വ്യക്തമാക്കുന്നു. രാമായണവും അദ്ദേഹം പരാമർശിച്ചു. നിരന്തരം ചോദ്യങ്ങൾ ചോദിക്കേണ്ട കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. മാധ്യമങ്ങൾക്ക് ചോദ്യങ്ങൾ ഉയർത്താനാകുന്നില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. Or this right-wing propaganda with their help, he is seeking publicity from everywhere, no? Even if he gives free milk to children, Garib Awas Yojana, you should talk like, don't be surprised, there will be condom ads by Modi. So you need to laugh at them, you need to be sensitively with your media, start questioning them fearlessly. See, when you give me this hopeless situation that what do we do, you should understand these right-wing fellows. Our fear is their power. They are not powerful themselves. ഗർഭനിരോധന ഉറ പോലെ മാധ്യമങ്ങളെ മോദി ഉപയോഗിക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തുന്നു. ചലച്ചിത്ര താരങ്ങൾ അവാർഡുകൾ മാത്രമാണ് ലക്ഷ്യമിടുന്നത്. പോരാട്ടത്തിനായി അവരെ കാത്തുനിൽക്കേണ്ട കാര്യമില്ലെന്നും പ്രകാശ് രാജ് പറയുന്നു. ചലച്ചിത്ര താരങ്ങളെ വിശ്വസിക്കേണ്ടതില്ല. സമൂഹം അപകടത്തിലാകുമ്പോഴും പ്രതികരിക്കാതെ അവാർഡുകളെക്കുറിച്ച് ചിന്തിക്കുകയാണ് അവരെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രാജ്യത്തെ ഏറ്റവും വലിയ നടൻ നരേന്ദ്രമോദിയാണെന്നും അദ്ദേഹം പരിഹസിക്കുന്നു. മാനുഷികത, ദാരിദ്ര്യം, തൊഴിലില്ലായ്മ, ശാക്തീകരണം എന്നിവയെക്കുറിച്ചാണ് നാം നിരന്തരമായി സംസാരിക്കേണ്ടതെന്നും പ്രകാശ് രാജ് വ്യക്തമാക്കുന്നു. റിപ്പോർട്ടർ, തൃശൂർ.